ഹലോ ആൾ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ മൊഡ്യൂൾ 2 അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ചാപ്റ്റർ അതിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അതായത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ തുടർന്ന് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള അതിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു കയറി വരുന്നു. എക്സ്ട്രാ കുറച്ച് പോയിന്റ് കൂടെ ഉള്ളൂ. ഇവിടെ വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളില്ല, ബേസിക് കൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആ ചാപ്റ്ററിന്റെ വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളോ വലിയ ഹയർ ഓർഡർ പ്രോബ്ലംസോ ഒന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് അത്രയും വലിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും അവിടുന്ന് വരത്തില്ല. അന്നേരം അതിന്റെ ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്ത് വെച്ചാൽ മതി, അറിഞ്ഞ് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നുള്ള ആ ടാബുലർ ഫോമിലുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തത്. കാരണം അതിനൊന്നും നമുക്ക് വരത്തില്ല, എക്സാമിന് ആ ഒരു രീതിയിലുള്ള കണക്കുകളോ ഒന്നും നമുക്ക് വരത്തില്ല. അതിൻ്റെ ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളും അധികം ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണക്കുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി, നോക്കി ഇട്ടാൽ മതി. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ അല്ലേ? എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഒന്നും കൂടെ ഞാനത് പറയുന്നു. അതായത് ദ കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എന്താണ് 2 or more വേരിയബിൾസ് ഓൺ എ സിംഗിൾ വേരിയബിൾസ്. ഓക്കെ അല്ലേ? എവിടെയെങ്കിലും എന്താണ്, അതായത് 2 അതിൽ കൂടുതലോ ഉള്ള വേരിയബിൾസ് എന്ത് ചെയ്യുന്നു, വേറെ ഒരു സിംഗിൾ വേരിയബിൾസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നതാണ് എന്തോന്ന് വിളിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പാർഷ്യൽ കോറിലേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ നമുക്ക് 2 അതിൽ കൂടുതലോ വേരിയബിൾസ് എടുത്തു വെച്ചിട്ട് അതൊരു സിംഗിൾ വേരിയബിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അതിന് വരുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിന്റെ കോറിലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലയോ? അന്നേരം നമുക്ക് ആ കാര്യങ്ങളിലോട്ട് വരാം. അന്നേരം മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 3 വേരിയബിൾസ് കൺസിഡർ ചെയ്യുന്നു. x1 ആൻഡ് x2 x3 എന്ന് പറയുന്ന 3 വേരിയബിൾസ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? പിടിയില്ലോ? അതിൽ ഒരു വേരിയബിൾസ് x1 എന്ന് പറയുന്ന ഒരു വേരിയബിൾസ് ബാക്കി വരുന്ന 2 വേരിയബിൾസ് 2 അതിൽ കൂടുതൽ വരുന്ന വേരിയബിൾസുമായിട്ട് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് റിലേഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നു. അതായത് x1 എന്ന് പറയുന്ന നമ്മുടെ എന്തോന്ന് വിളിക്കുന്നത്, ഡിപ്പെൻഡന്റ് വേരിയബിൾസ്. x1 എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾസും x2 x3 എന്ന് പറയുന്ന നമ്മുടെ എന്ത് വരുന്നു, ഇൻഡിപെൻഡന്റ് വേരിയബിൾസും. ഓക്കെ അല്ലയോ? ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ക്യാപിറ്റൽ R എന്നാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ R എന്നാണ്. അന്നേരം x1 x2 x3 വന്നിരിക്കുന്നത്. അന്നേരം x1 ഡിപ്പെൻഡന്റ് വേരിയബിൾസും x2 x3 ആർ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അന്നേരം എന്തുവരും, 1 ഡോട്ട് എന്തായിരിക്കും, 2 3. ഓക്കെ അല്ലയോ? പിടിയില്ലോ? അന്നേരം എന്തോ R1 ഡോട്ട് എന്തുമായിരിക്കും, 2 3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് എന്തായിരിക്കും, കോവേരിയൻസ് ഓഫ് x1 അല്ലെ, കോവേരിയൻസ് ഓഫ് x1 ആൻഡ് എന്തുവാ x1 ഡോട്ട് 2 3 അല്ലേ ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, റൂട്ട് ഓഫ് എന്തായിരിക്കും വേരിയൻസ് ഓഫ് എന്തായിരിക്കും x1, വേരിയൻസ് ഓഫ് x1 ഇൻറ്റു എന്തായിരിക്കും വേരിയൻസ് ഓഫ് എന്തായിരിക്കും x1 ഡോട്ട് എന്തായിരിക്കും 2 3. ഓക്കെ അല്ലയോ? ഇത് ഈ ഒരു കാര്യത്തിന് നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ കോറിലേഷൻ നമുക്ക് വീണ്ടും പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, R1 ഡോട്ട് എന്തായിരിക്കും 2 3 സിക്കൽ ടു R1 ഡോട്ട് 2 3 സിക്കൽ ടു എന്തായിരിക്കും വരുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് അല്ലെ, ആദ്യം R എങ്ങോട്ട് ചെയ്യുന്നു, അതായത് റിഗ്രഷൻ. ഓക്കെ അല്ലേ? എവിടെയിട്ടില്ലോ, റിഗ്രഷൻ കോയിഫിഷ്യന്റ് ഓഫ് എന്തായിരിക്കും, R എന്ത് ചെയ്യും 1 2 പോകും. അന്നേരം എന്തുവരും, R പാർഷ്യൽ കോറിലേഷൻ ഓഫ് R 1 2 സ്ക്വയർ പ്ലസ് അടുത്ത എന്തുവാ 1 3 ഉള്ള റിലേഷൻ എന്തുവരും, R 1 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു. ഇനി ഓരോന്നും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ ചെയ്യുന്നു അല്ലേ, R1 ഉം 2 ഉം തമ്മിലുള്ള അന്ന് എന്തുവരും, R1 2 R1 3 R2 3. ഓക്കെ അല്ലയോ? ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ
1 മൈനസ് ഓഫ് കമ്പൈൻഡ് ആയിട്ട് വന്നുള്ള എന്ത് ചെയ്യുന്നു റിലേഷൻ നമ്മൾ അതിൻ്റെ അത് എന്ത് ചെയ്യുന്നു എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു. അന്നേരം 1 മൈനസ് എന്ത് വരും R23 സ്ക്വയർ. ഓക്കെ അല്ലയോ? ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ എന്തുവാ അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ഓഫ് എന്തെന്ന് പറയുന്നത് x1 എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും x1 എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾസിനെയും x2 x3 എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും ഡിപെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന നമ്മുടെ എന്തായിരിക്കും മൾട്ടിപ്പിൾ കോറിലേഷൻ R1.23 ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരിക്കും R12 സ്ക്വയർ പ്ലസ് R13 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു R എന്തായിരിക്കും 123 ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരിക്കും 1 മൈനസ് R23 സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഒന്ന് നോക്കി വെക്കേണ്ടത്. ഇക്വേഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അന്നേരം ഇക്വേഷൻസ് എഴുതേണ്ട ആ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യണം അത്യാവശ്യം എന്ത് ചെയ്തിരിക്കണം നോക്കി വെച്ചിരിക്കണം. ഓക്കെ അല്ലയോ? പിന്നീടില്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്തത് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ R1.23 എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും R2 ഡോട്ട് എന്ത് എഴുതാൻ പറ്റും 13 എഴുതി കൂടെ. ഓക്കെ അല്ലേ? അന്നേരം നമ്മുടെ ഇക്വേഷൻ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം 2 1 ആയിട്ടുള്ള റിലേഷൻസ് എന്തായിരിക്കും R21 അല്ലെങ്കിൽ 1 2 എന്ന് എഴുതിയാലും മതി അല്ലേ സ്ക്വയർ പ്ലസ് എന്തുവരും R2 3 തമ്മിൽ R23 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇനി ഓരോന്ന് തമ്മിലുള്ള റിലേഷൻസ് അല്ലേ അതെന്തുവരും R12 R13 R23 അല്ലേ റൂട്ട് ഉണ്ടായിരുന്നു അല്ലേ ഇസ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആ കമ്പൈൻഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം 1 എന്ത് ചെയ്യണം കുറയ്ക്കണം. അതായത് 13 അല്ലേ കമ്പൈൻഡ് ആയിട്ട് വരുന്നത് ഇത് വരും R13 സ്ക്വയർ. ഓക്കെ അല്ലേ? കേട്ടില്ലോ? ആ എഴുതേണ്ട ആ ഒരു ഫോർമാറ്റ് മാത്രം നമ്മളത് പഠിച്ചു വെച്ചാൽ മതി. അല്ല വലിയ കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അകത്ത്. ഓക്കെ അല്ലേ? കേട്ടില്ലോ? ആ ഇക്വേഷൻസിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആ ഇക്വേഷൻസ് എന്ത് ചെയ്യണം അത്യാവശ്യം നല്ലപോലെ എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്തത് എന്ത് എഴുതാം R3.12 ആണെങ്കിലോ ഓക്കെ അല്ലയോ? ഓക്കെ അല്ലേ? അന്നേരം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എന്തായിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു 3 1 ആയിട്ടുള്ള റിലേഷൻസ് എന്തായിരിക്കും അല്ലേ റൂട്ട് ഓഫ് എന്തായിരിക്കും R31 സ്ക്വയർ പ്ലസ് R32 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇനി ഓരോ തമ്മിലുള്ള റിലേഷൻസ് എഴുതുന്നു എന്തായിരുന്നു R12 R13 R23 അല്ലേ ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഓഫ് ആ കമ്പൈൻഡ് ആയിട്ട് വരുന്നത് 1 2 അല്ലേ വരുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലേ കമ്പൈൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 1 2 അത് എന്ത് ചെയ്യണം 1 എന്ത് ചെയ്യണം കുറയ്ക്കണം. അന്നേരം എന്തോരും എന്തുവരും 1 2 സ്ക്വയർ. ഓക്കെ അല്ലേ? പിന്നീടില്ലോ അന്നേരം ഈ എഴുതുന്ന ഒരു ഫോർമാറ്റ് അത്യാവശ്യം എന്ത് ചെയ്യണം നോക്കി വെച്ചിരിക്കണം. ഈ ഒരു കാര്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് വലിയ ഹയർ ഓർഡർ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുന്ന് കണക്കുകൾ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. പിന്നീടില്ലോ അന്നേരം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ടോപ്പിക്കിൽ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ ഇസ് ദ സ്റ്റഡി ഓഫ് ദ കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് 2 or more variables on a single variables. ഓക്കെ അല്ലയോ? പിന്നീടില്ലോ അതായത് ഒരു സിംഗിൾ വേരിയബിൾസ് എന്ന് പറയുന്ന നമ്മുടെ എന്തൊരും ഡിപ്പെൻഡന്റ് വേരിയബിൾസും 2 or more വേരിയബിൾസ് ആയിട്ടുള്ള എന്തുവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിലുള്ള എന്തുവാണ് കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ആണ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നീടില്ലോ suppose x1 x2 x3 are the 3 variables having the observations on n observations or units. Then the multiple correlation coefficient x1 x2 and x3 is the simple correlation between the x1 and the joint effect of x2 and x3. Okay അല്ലേ? അതായത് x1 നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നു, x2നെയും x3നെയും നമ്മൾ എന്ത് എടുക്കുന്നു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അതിന്റെ ജോയിന്റ് എഫക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എടുക്കുന്നത്. ഓക്കെ അല്ലയോ? ഇറ്റ് ക്യാൻ ആൾസോ ഡിഫൈൻഡ് ആസ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് between x1 and it's the estimate based on എന്താണ് x2 and x3 ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? x2 and x3 പിന്നീടില്ലോ that is implies the correlation coefficient is simple correlation between the variable and it's the estimation is determined by denoted by എന്താണ് ക്യാപിറ്റൽ R. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. തിയറിയിൽ വലിയ കാര്യങ്ങളൊന്നും നോക്കി വെക്കേണ്ട. തിയറിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് സിമ്പിൾ ഈ കാര്യം തന്നെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ സ്റ്റഡി ഓഫ് എന്താണ് കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എന്താണ് 2 or more വേരിയബിൾസ് ഇൻ എ സിംഗിൾ വേരിയബിൾസ്. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ആ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഡീപ്പായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, കുറച്ച് എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നതുള്ളൂ. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തുവാണ്, ക്യാപിറ്റൽ ആർ എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഓക്കെ അല്ലയോ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, R1.23 എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എന്തായിരിക്കും x1 അല്ലേ, കോവേരിയൻസ് ഓഫ് x1 ആൻഡ് x1.23 ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരിക്കും വേരിയൻസ് ഓഫ് x1 ഇൻറ്റു വേരിയൻസ് ഓഫ് എന്തായിരിക്കും x1.23 ആയിരിക്കും. ഓക്കെ, അതിനെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ എഴുതാൻ പറ്റും R1.23 എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ഓഫ് എന്തായിരിക്കും R12 അല്ലേ, അതായത് R12. ഓക്കെ അല്ലേ, R12 സ്ക്വയർ പ്ലസ് R എന്തായിരിക്കും അടുത്ത റിലേഷൻസ് എന്തായിരിക്കും 13. ഓക്കെ അല്ലേ, R13 സ്ക്വയർ മൈനസ് 2R12 R13 R23 ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് എന്തുവരും ആ കമ്പൈൻഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം, അതിൽ നിന്ന് കുറയ്ക്കണം. 1 മൈനസ് R എന്തുവരും ഓക്കെ അല്ലേ R23 സ്ക്വയർ. ക്ലിയർ അല്ലേ? അതിന് മെയിൻലി പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ കോറിലേഷൻ ഇസ് ദ സ്റ്റഡി ഓഫ് എന്തുവാ കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എന്തുവാണ് 2 or more വേരിയബിൾസ് ഓൺ എ സിംഗിൾ വേരിയബിൾസ്. അതായത് എന്ത് ചെയ്യുന്നു, അതായത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നോ അതിൽ കൂടുതൽ വരുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഒരു കമ്പൈൻഡ് ഇൻഫ്ലുവൻസിന്റെ സ്റ്റഡിയാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഇക്വേഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം. ഇനി R12 എന്ന് പറയുന്ന സാധനം, എന്തുവാണ് R12 ഇസ് ദ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ x1 ആൻഡ് എന്തുവാണ് x2. ഓക്കെ അല്ലേ, അതായത് ദ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ എന്തുവാണ് x1 ആൻഡ് x2. അന്നേരം R12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, ദ ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ x1 ആൻഡ് x2 ആയിരിക്കും എന്തോന്ന് പറഞ്ഞത് 12 എന്ന് പറയുന്നത്. ഓക്കെ അല്ലയോ? ഇനി അങ്ങനെയാണെങ്കിൽ R13 എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ എന്തായിരിക്കും x1 ആൻഡ് എന്തായിരിക്കും x3 ആയിരിക്കും അല്ലെ. അല്ലെ, R13 എന്ന് പറയുന്നത് ദ ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ എന്തായിരിക്കും x1 ആൻഡ് x3 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ R23 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദ ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് ബിറ്റ്വീൻ എന്തായിരിക്കും x2 ആൻഡ് x3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എന്തായിരിക്കും R2.13 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ആദ്യം 2ഉം 1ഉം തമ്മിലുള്ള റിലേഷൻസ് പറയുന്നത് 2ഉം 3ഉം തമ്മിലുള്ള റിലേഷൻസ് വരുന്നത് R12 സ്ക്വയർ പ്ലസ് R23 സ്ക്വയർ മൈനസ് R121323 ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ എന്തുവരും 1 മൈനസ് R12. കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത് ഏതാ R13 സ്ക്വയർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ എന്ത് വരുന്നു R3.12 ആണെങ്കിൽ ഇല്ലയോ റൂട്ട് ഓഫ് എന്തുവരും അല്ലെ R31 സ്ക്വയർ പ്ലസ് R31 സ്ക്വയർ പ്ലസ് R32 ആണ് വരേണ്ടത്. R32 സ്ക്വയർ മൈനസ് ഇവിടെ ചെറിയ തിരുത്തുണ്ടത് R32 സ്ക്വയർ മൈനസ് എന്ത് വരും ഓക്കെ അല്ലയോ 2 ഇൻറ്റു R12 R13 R23 ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും 1 മൈനസ് എന്ത് വരും കമ്പൈൻഡ് ആയിട്ടുള്ള 1 2 എന്ത് ചെയ്യണം കുറയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങളാണ് അത്യാവശ്യം എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത്. അത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യണം അത്യാവശ്യം എന്ത് ചെയ്യണം നോക്കി വെച്ചിരിക്കണം. അത്രേ ഉള്ളൂ. ഇല്ല, ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് എ മൾട്ടിപ്പിൾ കോറിലേഷൻസ് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞത്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ observed value of the dependent variables and its estimate observed by the multiple regression. ഓക്കെ അല്ലയോ? അതായത് ഒബ്സർവ്ഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഗ്രഷനും അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഓഫ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾസും തമ്മിലുള്ള എന്താണ് അതിന്റെ കോഎഫിഷ്യന്റിന്റെ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പിടിയില്ലോ? അതായത് മൾട്ടിപ്പിൾ റിഗ്രഷൻ, അതായത് എസ്റ്റിമേറ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഗ്രഷനും അതുപോലെ തന്നെ എന്തുവാണ് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾസിന്റെയും എന്തുവാണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലയോ? പിടിയില്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് അത്യാവശ്യം വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ്
ഇസ് ലൈസ് ബിറ്റ്വീൻ എന്താണ് 0 and 1. ഇത് PYQയിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ എന്താണ് 0 and 1. അത് എവിടേക്കായിരിക്കും? 0യ്ക്കും 1 ഇടയ്ക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? 0യ്ക്കും 1 ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത് മൾട്ടിപ്പിൾ കോറിലേഷൻ ഈസ് 1 അല്ലെ. മൾട്ടിപ്പിൾ കോറിലേഷൻ 1 ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ദ അസോസിയേഷൻ ഇസ് ദ പെർഫെക്റ്റ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. ഓക്കെ അല്ലയോ? പിടിയിട്ടില്ലോ? അതിന് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ദ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ മേ സെറ്റ് ടു ദ പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഫോർമുല. ഓക്കെ അല്ലയോ? അതായത് നമ്മുടെ മൾട്ടിപ്പിൾ കോറിലേഷൻ 1 ആകുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അസോസിയേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഓഫ് ഒരു പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഓഫ് ഫോർമുലയും നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ അല്ലയോ? പിടിയില്ലോ? ഇനി മൾട്ടിപ്പിൾ കോറിലേഷൻ എന്തുവാ? 0. മൾട്ടിപ്പിൾ കോറിലേഷൻ 0 ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു റിലേഷൻഷിപ്പും ഇല്ല. അവിടെ പറയുന്ന യാതൊരു റിലേഷൻഷിപ്പും അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലയോ? ഡിപെൻഡന്റ് വേരിയബിൾസ് ഈസ് എന്താണ്? അൺകോറിലേറ്റഡ് ദ അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ അല്ലയോ? പിടിയില്ലോ? അവിടെ പറയുന്ന കാര്യം എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾസ് ഈസ് എന്താണ്? അൺകോറിലേറ്റഡ് വിത്ത് ദ അതർ ഇൻഡിപെൻഡന്റ്. അവിടെ ഒരു റിലേഷൻസ് കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിടിയില്ലോ? It can be denoted concluded that and multiple regression equations is എന്താണ്? ഫെയിൽ. ഒരു റിലേഷൻ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരിക്കും? ഫെയിൽ ആയിരിക്കും. ഇവിടെ 1 ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതെന്ത് ചെയ്യുന്നത്? പെർഫെക്റ്റ് പ്രഡിക്ഷൻ ഫോർമുലയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിടിയില്ലോ? ഇവിടെ അതെന്ത് പറയുന്നത് എന്തായിരിക്കും? ഫെയിൽ ആയിരിക്കും. കാരണം ഒരു റിലേഷൻസും അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഒരു ഇൻഫ്ലുവൻസും അവിടെ ഇല്ല. ഓക്കെ അല്ലേ? predict the value of the dependent variables when the value of the independent variables are എന്തുമായിരിക്കും? അൺനോൺ ആയിരിക്കും. സോറി, നോൺ. ഒപ്പിട്ടിട്ടില്ല. അതായത് ഇത്രേ ഉള്ളൂ. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ത് ചെയ്ത് 0 ആവുന്ന കേസിൽ, ഓക്കെ അല്ലേ? 0 ആവുന്ന കേസിൽ എന്ത് ചെയ്യും? ഡിപെൻഡന്റ് വേരിയബിൾസ് എന്തുമായിരിക്കും? അൺകോറിലേറ്റഡ് ആയിരിക്കും അല്ലേ? അതർ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ആ ഒരു പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ മതി. അവിടെ അന്നേരം ഒരു റിലേഷൻസും കാര്യങ്ങളും നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്തുമായിരിക്കും? ആൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എനി ടോട്ടൽ കോറിലേഷൻ എന്തുമായിരിക്കും? ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ്. അത് അത്യാവശ്യം നല്ലൊരു പോയിന്റ് ആണ്, ഒന്ന് നോക്കി വെച്ചിരിക്കണം. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്തുമായിരിക്കും? ആൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എന്തുമായിരിക്കും? ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ്. ഓക്കെ അല്ലേ? അതായത് ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റിന് ഈക്വലോ അല്ലെങ്കിൽ എന്തുമായിരിക്കും? അതിനേക്കാൾ എന്തുമായിരിക്കും? ഗ്രേറ്ററോ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ, അതിന്റെ പ്രോപ്പർട്ടീസിൽ അത്യാവശ്യം പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2ാമത്തെ പോയിന്റും 5ാമത്തെ പോയിന്റും നമുക്ക് PYQസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് അത്യാവശ്യം എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് ദ എസ്റ്റിമേറ്റ്സ് ഒബ്റ്റൈൻഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ എസ്റ്റിമേറ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഗ്രഷനും അതുപോലെ തന്നെ എന്താണ്? ദ വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണെന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് വെക്കുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മൾട്ടിപ്പിൾ കോറിലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈസ് ബിറ്റ്വീൻ എന്താണ്? 0 and 1. 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. പിടിയില്ലോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ത് ചെയ്യുന്നത്? 1 ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അസോസിയേഷൻ എന്തെന്ന് പറയാൻ പറ്റും? ഇസ് എ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ റിഗ്രഷൻ എന്താണ്? അത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻസ് എന്തുമായിരിക്കും? പെർഫെക്റ്റ് ഫോർമുല അവിടെ കിട്ടുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ അല്ലയോ? ഇനി 0 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു റിലേഷൻസും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസും അവിടെ വരുന്നില്ല. ഓക്കെ അല്ല? അന്നേരം നമുക്ക് അവിടെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എടുക്കുക ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് മൾട്ടിപ്പിൾ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്തുമായിരിക്കും? ആൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ആൾവേസ് എന്തുവാണ്? ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എന്തുവാണ്? ദ ടോട്ടൽ കോറിലേഷൻ കോയിഫിഷ്യന്റ്. പിടിയിട്ടില്ല? ആ ഒരു പോയിന്റ് കൂടെ അത്യാവശ്യം എന്ത് ചെയ്യണം? നല്ലപോലെ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? പിടിയിട്ടില്ല? ജസ്റ്റ് തിയറിയാണ്. പ്രോബ്ലംസ് പറയുന്ന പോലെ നമുക്കൊന്നുമില്ല. തിയറി 1-2 പ്രാവശ്യം വായിക്കുക. അതിന്റെ പോയിന്റുകൾ എന്ത് ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിടിയിട്ടില്ല? അടുത്തത് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. പിടിയിട്ടില്ല? ഇനി നമ്മൾ അടുത്ത ഇപ്പം മൾട്ടിപ്പിൾ കോറിലേഷൻ പഠിച്ചു. ഇനി നമ്മൾ ഇത് പഠിക്കുന്ന മൾട്ടിപ്പിൾ എന്തുവാണ്? റിഗ്രഷൻ അനാലിസിസ് ആണ് പറയുന്നത്. ഓക്കെ, പിടിയിട്ടില്ല? ഇനി എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിടിയിട്ടില്ല? അതായത് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു YI എന്ത് ചെയ്യുന്നു? ഡിപെൻഡന്റ് വേരിയബിൾസിന്, YI എന്തുവാണ്? ഡിപെൻഡന്റ് വേരിയബിൾസിന്
കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ജനറൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ വിത്ത് ദ കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഈസ് ഗിവൺ ബൈ, ഇതാണ് കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഈസ് ഗിവൺ ബൈ, ഇക്വേഷൻസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. y is equal to എന്തായിരിക്കും, ബീറ്റ നോട്ട് പ്ലസ് എന്തായിരിക്കും β1 x1i പ്ലസ് എന്തായിരിക്കും β2 x2i പ്ലസ് എക്സെട്ര പ്ലസ് എന്തായിരിക്കും βk xki പ്ലസ് എന്തായിരിക്കും എപ്സിലോൺ i. എപ്സിലോൺ ഐ നമ്മൾ ഇറർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചായിരുന്നു. എപ്സിലോൺ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറർ എന്ന് പറയുന്നത് ഓക്കെ അല്ലയോ, എപ്സിലോൺ ഐ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അതിൽ x1 x2 എക്സെട്ര xk ആറ് എന്തുവാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. എന്തുവാണ്, x1 x2 xk എന്ന് പറഞ്ഞ എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും വരുന്നത്. അതിന്റെ കോയിഫിഷ്യൻസ് ആണ് എന്തോ വരുന്നത്, β1 അല്ലെ β1 β2 എക്സെട്ര എന്തുവാ βk എന്ന് പറയുന്നത്. സ്ലോപ്പ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലയോ, പിടിയിട്ടില്ലോ. അതിന് ബീറ്റ നോട്ട് ഈസ് എന്താണ്, y ഇന്റർസെപ്റ്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ആ y ഇന്റർസെപ്റ്റിൽ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് β1 ഈസ് ദ നെറ്റ് ചേഞ്ച് ഇൻ എന്താണ് y, നെറ്റ് ചേഞ്ച് ഇൻ y ഫോർ എ ചേഞ്ച് യൂണിറ്റ് ഇൻ എന്താണ് x1. ഓക്കെ അല്ലേ, അതായത് β1 എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അല്ലെ, അതായത് β1 ഈസ് ദ നെറ്റ് ചേഞ്ച് y ഫോർ ഈച്ച് യൂണിറ്റ്സ് എന്താണ് ചേഞ്ച് ഇൻ x1. x1ൽ വരുന്ന ചേഞ്ചസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ബാക്കി എന്ത് ചെയ്യുന്നു, x2 മുതൽ xk വരെ, x2 മുതൽ എന്ത് വരുന്നു xk വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. അതായത് ഒരു എന്ത് ചെയ്യുന്നു, ഒരു എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾസും ഒരു ഡിപെൻഡന്റ് വേരിയബിൾസും എടുത്തു നോക്കുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു, അതായത് x2 മുതൽ എന്ത് വരുന്നു എക്സെട്ര xk വരെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിന്റെ ആ ഇക്വേഷൻ ആണ് ജനറൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഈസ് ഗിവൺ ബൈ എന്തുമായിരിക്കും, y is equal to ബീറ്റ നോട്ട് പ്ലസ് എന്തുമായിരിക്കും β1 x1i പ്ലസ് β2 x2i പ്ലസ് എക്സെട്ര പ്ലസ് എന്തുമായിരിക്കും βk xki പ്ലസ് എന്തുമായിരിക്കും എപ്സിലോൺ i ആയിരിക്കും. പിടിയില്ലോ. ഇനി എന്താണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്, x1 x2 എക്സെട്ര ആർത് എന്തുമായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും വരുന്നത്. y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും വരുന്നത്. x1 x2 എക്സെട്ര xk എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആണല്ലോ എന്ത് കിട്ടും, ഡിപെൻഡന്റ് വേരിയബിൾസും നമുക്ക് കിട്ടും. ഇനി ബീറ്റ നോട്ട് എന്ന് പറഞ്ഞ എന്തുമായിരിക്കും, ആ എന്തുമായിരിക്കും y ഇന്റർസെപ്റ്റ്, ആ y എന്ന് പറയുന്ന ലൈനിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എവിടെയാണോ ആ പോയിന്റ് ആണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ ബീറ്റ നോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലയോ, പിടിയിട്ടില്ലോ. അടുത്തത് β1 ഈസ് എന്തുവാണ്, ചേഞ്ച് ഇൻ y ഫോർ ഈച്ച് യൂണിറ്റ് ചേഞ്ച് ഇൻ എന്തുവാണ് x1. ഓക്കെ അല്ലയോ, പിടിയിട്ടില്ലോ. ഇനി അതുപോലെ എന്ത് ചെയ്യുന്നു, x2 മുതൽ xk വരെയുള്ള എന്ത് ചെയ്യുന്നു വേരിയബിൾസ്, ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസംഷൻസ് ഓഫ് എന്താണ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ അല്ലെ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്, ഗോസ് മാർക്കോവ് അസംഷൻസ് എന്ന് വിളിക്കുന്നു. എന്താണ് ഗോസ് മാർക്കോവ് അസംഷൻസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ലപോലെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെച്ചിരിക്കണം. അതായത് അസംഷൻസ് ഓഫ് എന്താണ്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന പേര് എന്താണ്, ഗോസ് മാർക്കോവ് അസംഷൻസ് എന്ന് പറയുന്നത്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻ എന്താണ്, പാരാമീറ്റേഴ്സ്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് പറയുന്നത്, അസംഷൻസ് ആണ് പറയുന്നത്, ലീനിയർ ഇൻ എന്താണ്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെനവർ എന്തുവാ, y is equal to അല്ലേ, y is equal to എന്തായിരുന്നു, ബീറ്റ നോട്ട് പ്ലസ് എന്തുവരും β1 x1i പ്ലസ് β2 x2i പ്ലസ് എക്സെട്ര പ്ലസ് എന്തുവരും βk xki പ്ലസ് എപ്സിലോൺ i. ഓക്കെ അല്ലയോ? അതിൽ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മുടെ ബീറ്റ കോയിഫിഷ്യൻസ് ആയിട്ട് വരുന്ന β1 β2 എക്സെട്ര എല്ലാവരും ഒരിക്കണം ഒരു ലീനിയർ ആയിരിക്കണം. അത് എന്ത് ചെയ്യണം, ലീനിയർ ആയിരിക്കണം. അത് ലീനിയർ ആകേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓയിലസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അതിന്റെ കോയിഫിഷ്യൻസ് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഓയിലസ് അതായത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എസ്റ്റിമേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതിന് എന്ത് ചെയ്യണം, കോയിഫിഷ്യൻസ് കറക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, β1 β2 എക്സെട്ര βk എന്തുവരിക്കണം ലീനിയർ ആയിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പോയിന്റ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് ദ റിഗ്രഷൻ മോഡൽ ഈസ് ലീനിയർ ഇൻ കോയിഫിഷ്യൻസ് bj എന്ന് പറയുമ്പോഴത്തേന് β1 β2 എക്സെട്ര βk എന്ന് പറയുന്നതാണ് അതിനെ കോമൺ ആയിട്ട് പറയുന്നത് bj എന്ന് പറയുന്നത് അല്ലേ. എൻഷുർ OLS ക്യാൻ എസ്റ്റിമേറ്റ് എ കോയിഫിഷ്യന്റ് കറക്റ്റ്ലി.
അല്ല, അതായത് ഓയിലസ് എസ്റ്റിമേറ്റ്, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഡീപ്പായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം അവിടെ എന്ത് ചെയ്യാം, പറയാം. പിടിയില്ലോ. അതിന്റെ ഓയിലസ് എസ്റ്റിമേറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കോയിഫിഷ്യന്റ് എന്ത് ചെയ്യുന്നതാണ്, കറക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മുടെ വിജേസ് ഓക്കെ അല്ലേ, പിടിയില്ലോ, അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നു ഓക്കെ അല്ലേ, അതായത് കോയിഫിഷ്യൻസ് ആയിട്ട് വരുന്ന ഓക്കെ അല്ലേ, അതായത് നമ്മുടെ സ്ലോപ്പ് ആയിട്ട് വരുന്ന എന്താണ് β1 β2 എക്സെട്ര βk എന്തായിരിക്കണം, ലീനിയർ ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ലീനിയാരിറ്റി ഇനി എന്താണ്, പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് അസംഷൻസ് ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ്. പിടിയില്ലോ. ഇനി അടുത്ത എന്താണ്, റാൻഡം സാമ്പിളിങ്സ്. റാൻഡം സാമ്പിളിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കുന്ന ഇൻഡിപെൻഡന്റ് എന്തായിരിക്കണം, വേരിയബിൾസ് ആയിരിക്കണം. നമുക്ക് അവിടെ എടുക്കുന്ന വേരിയബിൾസ് എല്ലാം എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പിടിയില്ലോ. ഒബ്സർവേഷൻസ് എന്താണ്, ഡ്രോൺ റാൻഡംലി ആൻഡ് ഇൻഡിപെൻഡന്റ്ലി ഫ്രം എന്താണ്, പോപ്പുലേഷൻസ്. പിടിയില്ലോ. അവിടെ എടുക്കുന്ന ഓരോ വേരിയബിൾസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് റാൻഡം സാമ്പിളിങ്സ് എന്ന്. പിടിയില്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞതായിരിക്കണം ഒരു റാൻഡം സാമ്പിളിങ്സ് ആയിരിക്കണം. പിടിയില്ല. അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം, വേരിയബിൾസ് ആണ് എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിടിയില്ലോ. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നോൺ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. നോൺ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. മൾട്ടി കൊളീനിയാരിറ്റി നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അന്നേരം നമ്മളവിടെ പറയും. അതെ, എന്താണ് മൾട്ടി കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ, പിടിയില്ലോ. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എടുത്ത് നോക്കുന്നു. ഓക്കെ അല്ലേ, പിടിയില്ലോ. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ്, ഹൈലി ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ അല്ലേ, പിടിയില്ലോ, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മൾട്ടി കൊളീനിയാരിറ്റി ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. പിടിയില്ലോ. അതായത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾസ് മറ്റൊരു ഡിപെൻഡന്റ് വേരിയബിൾസുമായിട്ട് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടോ അതിൽ കൂടുതലോ വരുന്ന വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസുമായിട്ട് റിലേഷൻസ്, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അത് മൾട്ടി കൊളീനിയർ ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അതായത് നോ എന്താണ്, പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി, അങ്ങനെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ, പിടിയില്ലോ. അങ്ങനെ പാടില്ല. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ നോട്ട് എക്സാക്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈച്ച് അതർ അല്ലെ, എൻഷുർ ദ യുണീക്ക് ആൻഡ് സ്റ്റേബിൾ എസ്റ്റിമേഷൻ ഓഫ് എന്താണ്, കോയിഫിഷ്യൻസ്. പിടിയില്ലോ. അതായത് നമ്മുടെ എന്ത് കിട്ടുന്നു, ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് പാടില്ല എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോൺ എന്താണ്, പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ അല്ല, അന്നേരം എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് അസംഷൻസ് എന്തായിരിക്കണം, ലീനിയാരിറ്റി ഇൻ എന്താണ്, പാരാമീറ്റേഴ്സ് ആയിരിക്കണം. ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഓയിലസ് എസ്റ്റിമേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോയിഫിഷ്യൻസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രൂ ആകാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻസ് എന്തായിരിക്കണം, റാൻഡം സാമ്പിളിങ്സ് ആയിരിക്കണം. വേരിയബിൾസ് ആർ എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിടിയില്ലോ. ഇനി മൂന്നാമത്തെ എന്താണ്, നോൺ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. നോൺ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ എന്ത് ചെയ്യാം, അസംഷനിലോട്ട് പോകാം. അത് സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്താണ്, അസംഷൻസ്. ഓക്കെ അല്ലേ, സീറോ കണ്ടീഷൻ മീൻ ഓഫ് അസംഷൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലസ് എസ്റ്റിമേറ്റ് എന്ത് ചെയ്യണം, അൺബയാസ്ഡ് ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്ത് ചെയ്യുന്നത്, ഇറേഴ്സ് ചൂസ് ചെയ്യുന്നത്. പിടിയില്ലോ. ഇനി അടുത്തത് സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്താണ്, ഇറേഴ്സ് എടുത്താൽ മാത്രമേ നമുക്ക് ഓയിലസ് എസ്റ്റിമേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അൺബയാസ്ഡ് ആകാൻ പറ്റത്തുള്ളൂ. പിടിയില്ലോ. ഇനി അടുത്ത എന്താണ്, ഹോമോസ്കെഡാസിറ്റി. എന്താണ്, ഹോമോസ്കെഡാസിറ്റി. നമ്മുടെ അഞ്ചാമത്തെ എന്താണ് അസംഷൻസ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസ്കെഡാസിറ്റി. അതായത് നമ്മുടെ ഇറേഴ്സിന്റെ വേരിയൻസ് എപ്പോഴും എന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇറേഴ്സിന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇറേഴ്സിന്റെ വേരിയൻസ് അതായത് നമുക്ക് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും വേരിയൻസ് ഓഫ് എന്തായിരിക്കും, എപ്സിലോൺ ഐ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ എന്തായിരിക്കും, സിഗ്മ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിഗ്മ സ്ക്വയർ എന്തായിരിക്കും, ഇ ആയിരിക്കണം. പിടിയിട്ടില്ല, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിന് ഹോമോസ്കെഡാസിറ്റി തന്നെ പറയുന്നത് കോൺസ്റ്റന്റ് വേരിയൻസ് ഓഫ് എന്താണ്, ഇറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇറേഴ്സിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. പിടിയിട്ടില്ല. അന്നേരം ദ വാല്യൂ ഓഫ് ഇറേഴ്സ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് അക്രോസ് ദ ഒബ്സർവേഷൻസ്. ദ വാല്യൂ വേരിയൻസ് ഓഫ് ഇറേഴ്സ് ഈസ് എന്താണ്, കോൺസ്റ്റന്റ് അക്രോസ് ഒബ്സർവേഷൻസ്. എൻഷുർ ദ ഓയിലസ് എന്താണ്, എഫിഷ്യന്റ്. ഓക്കെ അല്ലേ, ആ ഓയിലസ് എസ്റ്റിമേറ്റ് അതായത് നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താണ്, എഫിഷ്യന്റ് ആകാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് ഈ ഓയിലസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മിനിമം വേരിയൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, കിട്ടേണ്ടത്. മിനിമം വേരിയൻസ് ആയിരിക്കണം അവിടെ കിട്ടേണ്ടത്. പിടിയിടില്ലോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലയോ? ഇനി അടുത്ത എന്താണ്, നോ ഓട്ടോ കോറിലേഷൻ. അടുത്ത നമ്മുടെ ആറാമത്തെ അസംഷൻസ് ആണ് നമ്മൾ പറയുന്നത് എന്തുവാ,
നോ ഓട്ടോ കോറിലേഷൻ. എന്താണ് കോറിലേഷൻ? ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഇററും അതിന്റെ പാസ്റ്റ് ഇററും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഇററും അതിന്റെ പാസ്റ്റ് ഇററും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോ കോറിലേഷൻ. ഇവിടെ എന്താ പറയുന്നത്? നോ ഓട്ടോ കോറിലേഷൻ. അന്നേരം ഒരു ഇററും അതിന്റെ പാസ്റ്റ് ഇററും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും പാടില്ല എന്നതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? പിടിയിട്ടില്ലോ. അതിന് ഇറേഴ്സ് ആർ എന്താണ്? അൺകോറിലേറ്റഡ് അക്രോസ് ദ ഒബ്സർവേഷൻസ്. അതായത് ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കണം? അതിന്റെ പാസ്റ്റ് ഇററുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇമ്പോർട്ടൻസ് ഫോർ ദ കോയിഫിഷ്യൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് റിലേ. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് എറർ ആൻഡ് റിലയബിൾ ഇൻഫറൻസ്. ഓക്കെ, അതായത് നമ്മൾ OLS എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്ത് ചെയ്യുന്നു? റിലയബിൾ ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് എടുക്കുന്നത്? നോ ഓട്ടോ കോറിലേഷൻ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഇറേഴ്സ്, അതായത് ഒരു ഇററും അതിന്റെ പാസ്റ്റ് ഇററും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യാതൊരു റിലേഷൻഷിപ്പും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. അത് എന്താണ്? നമ്മൾ OLS എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ സ്റ്റാൻഡേർഡ് എറർ എന്ത് ചെയ്യണം? റിലയബിൾ ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 6 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാണ്. എന്തുവാണ്? ഒന്നാമത്തെ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയാരിറ്റി എന്തുവാണ്? പാരാമീറ്റേഴ്സ്. സെക്കൻഡ് എന്താണ്? റാൻഡം സാമ്പിളിങ്സ്. മൂന്നാമത്തെ എന്താണ്? നോ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ്? സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്താണ്? കോറിലേഷൻ. അടുത്തത് അഞ്ചാമത്തെ എന്താണ്? ഹോമോസ്കെഡാസിറ്റി. ഓക്കെ അല്ലയോ? ആറാമത്തെ എന്താണ്? നോ ഓട്ടോ കോറിലേഷൻ. ഈ 6 കണ്ടീഷൻസ്, ഈ 1, 2, 3, 4, 5, 6 ഈ 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ OLS എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തെന്ന് പറയാൻ പറ്റും? ഈ ആദ്യത്തെ 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ബ്ലൂ ടെസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഡീപ്പായിട്ട് സ്റ്റാറ്റ് കുറച്ച് പഠിച്ചവർക്ക് അത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലാത്തൊരു ഈ കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചോ. ഓക്കെ അല്ലയോ? അതായത് ഈ പറയുന്ന ഫസ്റ്റ് 6 കണ്ടീഷൻസ്, ഓക്കെ അല്ലയോ? അതായത് മാർക്കോവ് അസംപ്ഷൻസിന്റെ എന്ത് ചെയ്യുന്നു? 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് OLS എസ്റ്റിമേറ്റ് നമുക്ക് എന്തോന്ന് പറയാൻ പറ്റുന്നത്? ബ്ലൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ബെസ്റ്റ് ലീനിയർ എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കണം? മിനിമം വേരിയൻസ് ആയിരിക്കണം വരുന്നത്. ഓക്കെ അല്ലേ? മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. പിടിയിട്ടില്ലോ? അതാണ് നമ്മുടെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി എന്തുമായിരിക്കണം? ലീനിയർ. ഓക്കെ അല്ലേ? പിടിയിട്ടില്ലോ? അടുത്ത് എന്തുവാണ് പറയുന്നത്? എൽ എന്തുവാണ്? ബെസ്റ്റ് ബ്ലൂവിലെ അടുത്ത എൽ എന്തുവാ? ലീനിയാരിറ്റി നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തുവാ ലീനിയാരിറ്റി? ഇനി എന്തുവാണ്? പാരാമീറ്റേഴ്സ്. അതായത് നമ്മുടെ BJS എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കണം? ലീനിയർ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം? OLS എസ്റ്റിമേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോയിഫിഷ്യന്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കറക്റ്റ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലയോ? പിന്നെ അടുത്ത് എന്തുമായിരിക്കണം? അൺബയാസ്ഡ് ആയിരിക്കണം. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ കണ്ടീഷനിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലയോ? അതായത് അൺബയാസ്ഡ് സീറോ കണ്ടീഷണൽ എന്താണ്? മീൻ ഓഫ് ഇറേഴ്സ്. അതായത് സീറോ കണ്ടീഷണൽ മീൻ ഓഫ് ഇറേഴ്സ് ചെയ്യുമ്പോഴേ എന്ത് ചെയ്തുള്ളൂ? OLS എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് അൺബയാസ്ഡ് ആകത്തുള്ളൂ. പിടിയിട്ടില്ലോ? അടുത്തത് എസ്റ്റിമേറ്റ്. ഓക്കെ അല്ലേ? പിടിയിട്ടില്ലോ? അതായത് എസ്റ്റിമേറ്റ് നമ്മുടെ അതായത് മിനിമം ആ കാര്യങ്ങൾ ആയിരിക്കണം. പിടിയിട്ടില്ല? അന്നേരം ഈ ആദ്യത്തെ 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഈ ആദ്യത്തെ 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തോ പറയാൻ പറ്റുന്നത്? നമ്മുടെ OLS എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്തുവാ? ബ്ലൂ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അന്നേരം ഈ 6 കണ്ടീഷൻസ് എന്ത് ചെയ്യണം? അത്യാവശ്യം നോക്കി 7 കണ്ടീഷൻസ് ആണ് നമുക്കുള്ള 7 അസംഷൻസ് ആണ് ഉള്ളത്. ഈ 6 എന്ത് ചെയ്യണം? അത്യാവശ്യം നല്ലപോലെ ഒന്ന് നോക്കി വെച്ചിരിക്കണം. അടുത്തത് നോർമാലിറ്റി ഓഫ് എന്തുവാണ്? ഇറേഴ്സ്. നമ്മുടെ 7ാമത്തെ അസംഷൻസ് ആണ് പറയുന്നത് എന്താണ്? നോർമാലിറ്റി ഓഫ് എന്തുവാണ്? ഇറേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇറർ എപ്സിലോൺ IR എന്താണ്? നോർമാലിറ്റി ഡിസ്ട്രിബ്യൂട്ട്. അതായത് നോർമലി എന്തുമായിരിക്കണം? ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കണം. ഓക്കെ അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതായത് എന്നാൽ മാത്രമേ നമുക്ക് ഇത് T ടെസ്റ്റിലും F ടെസ്റ്റിലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിടിയിട്ടില്ലോ? ആൻഡ് ദ കോൺഫിഡൻസ് ഇന്റർവെൽ. പിടിയിട്ടില്ലോ? അതായത് ഇത് എപ്സിലോൺ I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ T ടെസ്റ്റിലും F ടെസ്റ്റിലും പിന്നെ എന്തുവാണ്? ആ കോൺഫിഡന്റ് ഇന്റർവെൽസിലും നമുക്ക് ഇത് എന്ത് ചെയ്യത്തുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റും. അന്നേരം നമുക്ക് 7 അസംഷൻസ് ഉണ്ട്. ഓക്കെ അല്ലയോ? അതായത് 7 അസംഷൻസ് ഉണ്ട്. ഈ 7 അസംഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗോസ് മാർക്കോവ് അസംഷൻസ് എന്ന് വിളിക്കുന്നത്. ആ പോയിന്റുകൾ പക്കയായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞു വെച്ചിരിക്കണം. ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസസ് ഉള്ള ഒരു മേഖലയാണ്. ഒരു തിയറിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേച്ചാൽ മതി. ആ പോയിന്റുകൾ മനസ്സിലാക്കി ഒന്ന് വായിച്ച് പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും വലുതായിട്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട. പോയിന്റുകൾ എന്ത് ചെയ്യണം ഒന്ന് അറിയണം. അന്ന് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലീനിയാരിറ്റിന് എന്താണ്? പാരാമീറ്റേഴ്സ് BJ എന്ന് പറഞ്ഞ എന്തുമായിരിക്കണം? ലീനിയർ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? റാൻഡം സാമ്പിൾസ്, നമുക്ക് ഇടുന്ന വേരിയബിൾസ് എല്ലാം എന്തുമായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നായിരിക്കും. ഓക്കെ പറയുന്നത്. നോൺ പെർഫെക്റ്റ് എന്താണ്? മൾട്ടി കൊളീനിയാരിറ്റി. നോ പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അതായത് നമ്മൾ എടുത്തു വെക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിടിയില്ലോ. അടുത്തത് എന്താണ്? സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്താണ്? എറേഴ്സ്. അതെന്താണ്? അതായത് ഓയിലസ് എസ്റ്റിമേറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അൺബയാസ്ഡ് ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സീറോ കണ്ടീഷൻ മീൻ ഓഫ് എന്ത് ചെയ്യുന്നത്? ഇറേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ അടുത്തത് എന്താണ്? ഹോമോസ്കഡാസിറ്റി. അതായത് നമ്മുടെ ഇറേഴ്സ് എന്ന് പറയുന്ന ഇറേഴ്സിന്റെ വേരിയൻസ് ഓഫ് ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് വേരിയൻസ് ഓഫ് എപ്സിലോൺ ഐ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എ ഓക്കെ പിടിയില്ല. സിഗ്മ സ്ക്വയർ പിടിയില്ല. ഇനി അടുത്ത എന്താണ്? നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് അതായത് ഒരു ഇററും മറ്റതിന്റെ പാസ്റ്റ് ഇയറും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു റിലേഷൻഷിപ്പും പാടില്ല എന്ന് പറഞ്ഞാണ് എന്തെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അടുത്ത നോർമാലിറ്റി ഓഫ് എന്താണ്? ഇറേഴ്സ്. ഓക്കെ അതായത് എപ്സിലോൺ ഐ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടി ടെസ്റ്റിലും എഫ് ടെസ്റ്റിലും പിന്നെ എന്ത് ചെയ്യാം? കണ്ടീഷൻ ഇന്റർവെൽസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു കൊടുത്തു ഓയിലസ് എസ്റ്റിമേറ്റ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താണെന്നൊന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? OLS എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അതായത് ഒരു YI എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? ഒബ്സർവ്ഡ് വാല്യൂസ് കൊടുക്കുന്നു. പിടിയില്ലോ. അടുത്ത കൊടുക്കുക എന്ത് ചെയ്യുന്നു? YI ക്യാപ്പ് എന്ന് പറയുന്ന പ്രഡിക്റ്റഡ് വാല്യൂസ്. പിടിയില്ലോ. അതായത് ഒരു എന്ത് ചെയ്യുന്നു? Y എന്ന് പറയുന്ന ഒബ്സർവ്ഡ് വാല്യൂസും YI ക്യാപ്പ് എന്ന് പറയുന്ന പ്രഡിക്റ്റഡ് വാല്യൂസ് കൊടുക്കുന്നു. ഈ വാല്യൂസിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ, ഈ വാല്യൂസിന്റെ എന്തുവാ? ഡിഫറൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിനിമം ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ OLS എസ്റ്റിമേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതായത് നമുക്ക് പറയുന്നത് ഇതാണ് പറയുന്നത്, മിനിമം ഓഫ് സമ്മേഷൻ ഓഫ് എന്തുവാ? YI മൈനസ് എന്തുമായിരിക്കും? YI ക്യാപ്പ്, അതായത് ഒബ്സർവ്ഡ് വാല്യൂസ്. പിടിയില്ലോ. അതുപോലെ തന്നെ എന്താണ്? പ്രഡിക്റ്റഡ് വാല്യൂസിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തുമായിരിക്കണം? മിനിമം ആയിരിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മിനിമം കാര്യങ്ങളൊക്കെ നേരത്തെ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലയോ? പിടിയില്ലോ. അതിനാണ് നമ്മൾ വിളിക്കുന്നത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലയോ? അതായത് OLS ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഈസ് എ മെത്തേഡ് ടു യൂസ് ഇൻ ദ റിഗ്രഷൻ അനാലിസിസ് എസ്റ്റിമേറ്റ് ദ കോയിഫിഷ്യന്റ് ഓഫ് β1, β2 എക്സെട്രാ ദ ലീനിയർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു OLS എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലീനിയർ ആയിരിക്കണം. എന്ത് ചെയ്യണം? ഓക്കെ അല്ലേ? β1, β0, β1 എക്സെട്രാ βk എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ചൂസ് ദ എസ്റ്റിമേറ്റഡ് സച്ച് ദാറ്റ് ദ സം ഓഫ്, ഇതാണ് നമുക്ക് വേണ്ടത്, സം ഓഫ് സ്ക്വയർഡ് അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് YI ആൻഡ് എന്തുമായിരിക്കും? ആൻഡ് പ്രഡിക്റ്റഡ് വാല്യൂ ഓഫ് എന്താണ്? YI ക്യാപ്പ് ഈസ് എന്താണ്? മിനിമൈസ്ഡ്. ഓക്കെ അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തോ മിനിമൈസ്ഡ് എന്ത് ചെയ്യും? സമ്മേഷൻ ഓഫ് I = 1 to n into എന്തോ YI മൈനസ് Y ബാർ അല്ല Y ക്യാപ്പ് ദ ഹോൾ സ്ക്വയർ = എന്ത് വരും? സമ്മേഷൻ ഓഫ് I = 1 to n into എന്ത് വരും? YI മൈനസ് അല്ലേ? YI മൈനസ് എന്തോ β0 ക്യാപ്പ് x1i പ്ലസ് β2 ക്യാപ്പ് β1 ക്യാപ്പ് ആണ്. β1 ക്യാപ്പ് x1i പ്ലസ് എന്ത് വരും? β2 ക്യാപ്പ് x2i പ്ലസ് എക്സെട്രാ പ്ലസ് എന്ത് വരും? βk അല്ലെ? βk ക്യാപ്പ് xk ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കണം? മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്ത് ചെയ്യുന്നത്? ഒരു ഒബ്സർവ്ഡ് വാല്യൂയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രഡിക്റ്റഡ് വാല്യൂസിന്റെ എന്ത് എഴുതുന്നു? ഡിഫറൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് മിനിമം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? OLS എസ്റ്റിമേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ആ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നമുക്ക് അടുത്ത പോയിന്റിലോ. അടുത്തത് OLS എസ്റ്റിമേറ്റ്
ഇനി എന്താണ് മെട്രിക്സ് ഫോം OLS എസ്റ്റിമേറ്റ് എന്താണ് മെട്രിക്സ് ഫോമിൽ OLS എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും വെനർ ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എന്തോരും എക്സ് ഡാഷ് വൈ ആയിരിക്കും. ഇത് എഴുതേണ്ട ഫോമിൽ ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കാര്യം നമുക്ക് അങ്ങനെ മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് കണക്കുകളോ കാര്യങ്ങളോ ഒന്നും സോൾവ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ആ ഫോർമാറ്റ് മാത്രമേ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം എക്സും വൈയും അല്ലേ അതുപോലെ ബീറ്റയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം നമുക്ക് വലിയ കണക്കുകളാണ് അവിടെ ചെയ്യുന്നത്. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് അതിന്റെ എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതിന് OLS എസ്റ്റിമേറ്റ് എന്താണ് ഇൻ മെട്രിക്സ് ഫോമിൽ എന്തായിരിക്കും ബീറ്റ ക്യാപിസിക്കൽ എന്തായിരിക്കും ബീറ്റ ക്യാപിസിക്കൽ എന്തായിരിക്കും എക്സ് ഡാഷ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഓക്കെ അല്ലേ പിടിയില്ലോ ഇൻവേഴ്സിന്റെ എന്ത് വരും അല്ലെങ്കിൽ എക്സ് ഡാഷ് വൈ ആയിരിക്കും പിടിയില്ലോ. അടുത്തത് വൈ ഈസ് എന്തായിരിക്കും n ഓർഡർ 1 ഓക്കെ അല്ലേ n by 1 വെക്ടർ ഓഫ് എന്തായിരിക്കും ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും വരുന്നത് ഓക്കെ അല്ലയോ പിടിയില്ലോ. അടുത്ത എന്തായിരിക്കും വൈ അടുത്തത് എന്തായിരിക്കും y ഈക്വൽ ടു എന്തായിരിക്കും n ഇൻറ്റു n ബൈ എന്തായിരിക്കും k+1 മെട്രിക്സ് ഓഫ് എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിരിക്കും അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ പിടിയില്ലോ. ഇത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു വിടാം. അല്ലാതെ ഇതിന്റെ എക്സ്പ്ലനേഷനോട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് ഓരോ മെട്രിക്സിനെ എന്ത് ചെയ്യണം ഡീപ്പായിട്ട് ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യണം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊന്നും നമുക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പറയാത്തത് ഓക്കെ അല്ലയോ. ഇനി അടുത്ത് എന്ത് വരും വെനർ ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓക്കെ അല്ലേ അതായത് വെക്ടർ ഓഫ് എന്താണ് അതിന്റെ എസ്റ്റിമേറ്റഡ് കോയിഫിഷ്യന്റ് ആയിരിക്കും. അന്നേരം ഇതിലെ പോയിന്റുകൾ മാത്രം എന്ത് ചെയ്ത് വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേച്ചാൽ മതി ഓക്കെ. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് OLS എസ്റ്റിമേറ്റഡ്സ് ഇൻ എന്താണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് OLS എസ്റ്റിമേറ്റഡ്സ് ഇൻ എന്താണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് എന്തുവാ ഗോസസ് മാർക്കോ അസംഷൻസിന്റെ കാര്യങ്ങളാണ്. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തുവാ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് അൺബയാസ്ഡ് ആയിരിക്കണം. അൺബയാസ്ഡ് നമുക്കറിയാം സീറോസ് ഓഫ് ദ മീൻ കണ്ടീഷനിലാണ് വരുന്നതെന്ന് പറയാം. അന്നേരം എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ബീറ്റ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഓക്കെ അല്ലേ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഈസ് എഫിഷ്യന്റ് ആയിരിക്കണം. എഫിഷ്യന്റ് അതായത് ബ്ലൂ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കണം മിനിമം വേരിയൻസ് ആയിരിക്കണം കിട്ടുന്നത്. മിനിമം ആയിരിക്കണം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. എഫിഷ്യന്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം ബ്ലൂ കണ്ടീഷൻസ് എന്ത് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം. മിനിമം വേരിയൻസ് എമംഗ് ദ ലീനിയർ എന്താണ് അൺബയാസ്ഡ് എസ്റ്റിമേഷൻസ് ഓക്കെ അല്ലേ അതായത് ബ്ലൂ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം അവിടെ മിനിമം വേരിയൻസ് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം. അടുത്ത് എന്ത് വേണം കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തായിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് കൺസിസ്റ്റ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണം അതായത് എൻ ഒബ്സർവേഷൻസ് എന്ത് ചെയ്തേച്ചാൽ മതി കൂട്ടി കൊടുത്തേച്ചാൽ മതി ഓക്കെ അല്ലേ. അതായത് എന്നിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഡേറ്റാസ് എന്ത് ചെയ്യും അതിന്റെ കൺസിസ്റ്റൻസി എന്ത് ഇരിക്കും കൂടിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അല്ലേ. എന്താണ് എസ്റ്റിമേറ്റ് കൺവേർജസ് ടു ദ ട്രൂ അല്ലേ അതായത് ട്രൂലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ത് ചെയ്യണം ബീറ്റ ആസ് എന്തിരിക്കണം n ടെൻസ് ടു എന്തിരിക്കണം ഇൻഫിനിറ്റി. അതായത് n ഇൻക്രീസ് ചെയ്യുന്നതോടെ എന്ത് ചെയ്യും ട്രൂലോട്ട് എന്ത് ചെയ്യും ടെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതും നാലാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത് അതാണ് നോർമാലിറ്റി ഓഫ് എന്താണ് ഇറേഴ്സ് ഓക്കെ അല്ലേ. നോർമാലിറ്റി ഓഫ് എന്താണ് ഇറേഴ്സ് അതായത് ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം അല്ലെ. അതായത് ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞത് എന്തായിരിക്കണം അതായത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അതായത് നോർമാലിറ്റി ഓഫ് എന്താണ് ഇറേഴ്സ്. അന്നേരം നമ്മുടെ എന്താണ് OLS എസ്റ്റിമേറ്റിന്റെ എന്താണ് 3 പ്രോപ്പർട്ടീസ് ആണ് വന്നിരിക്കുന്നത് 4 പ്രോപ്പർട്ടീസ് ആണ് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഒന്ന് എന്തായിരിക്കണം അൺബയാസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ എന്തായിരിക്കണം എഫിഷ്യന്റ് ആയിരിക്കണം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം. നാലാമത്തെ എന്തുവാ നോർമാലിറ്റി ഓഫ് എന്താണ് ഇറേഴ്സ് ഓക്കെ അല്ലേ പിടിയില്ലോ. അന്നേരം ഇതൊന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അടുത്തത് മൾട്ടി കൊളിനിയാരിറ്റി ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു. നോൺ മൾട്ടി കൊളിനിയാരിറ്റി ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഗോസ് മാർക്കോ അസംഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് മൾട്ടി കൊളിനിയാരിറ്റി നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു. അന്നേരം ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിലുള്ള ഹൈലി കോറിലേറ്റഡ് ഹൈലി റിലേഷൻഷിപ്പ് ഓക്കെ അല്ലേ പിടിയില്ലോ ലീനിയർ റിലേഷൻഷിപ്പ് ഓക്കെ അല്ലേ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നോൺ മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഇല്ലേ അത് തന്നെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ പിടിയില്ലോ. ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അല്ലയോ. അന്നേരം മൾട്ടി കൊളിനിയാരിറ്റി മീൻസ് എന്താണ് ദ പ്രസൻസ് ഓഫ് ദ ഹൈലി കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു ഓർ എന്താണ് മോർ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓക്കെ അല്ലയോ പിടിയില്ലോ.
ഇൻ എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. ഇത്ര കാര്യങ്ങളുള്ള അവിടെ പറയുന്ന കാര്യം. ഇനി അതിന്റെ ഡീപ്പ് എക്സ്പ്ലനേഷൻ കാര്യങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്ന് പറഞ്ഞ് വായിച്ചു വിട്ടേച്ചാൽ മതി. എന്തുവാ മൾട്ടി കൊളിനിയാരിറ്റി മീൻസ് എന്താണ് പ്രസൻസ് ഓഫ് ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ദ 2 or more എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. പിടിയിട്ടില്ലോ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അതായത് ഒന്നും അതിൽ കൊടുത്തുള്ള എന്ത് ചെയ്യുന്നുണ്ടോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ എന്തുവാ ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും, എന്തുവാ മൾട്ടി കൊളിനിയാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ മൾട്ടി കൊളിനിയാരിറ്റി നമുക്ക് 2 ടൈപ്പിലാണ് നമുക്ക് ചെയ്യുന്നത്. 2 ടൈപ്പിലാണ് ഉള്ളത്. ഒന്നെന്തുവാ പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റിയും രണ്ടാമത്തെ എന്തുവാണ് ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി. പിടിയിട്ടില്ലോ, അതായത് ഈ എടുക്കുന്ന കൊളിനിയാരിറ്റി എന്ന് പറയുന്നത് 1 വരികയാണെങ്കിൽ ഓക്കെ അല്ലേ, പിടിയിട്ടില്ലോ, എടുക്കുന്ന നമ്മുടെ മൾട്ടിപ്പിൾ കൊളിനിയാരിറ്റി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് 1 വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് വിളിക്കുന്നത്. 1ലേക്കാളും ചെറുതാണെങ്കിൽ 1നോട് ഏകദേശം അടുത്ത് വരുന്നതാണെങ്കിൽ എന്ത് വിളിക്കും, ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ പ്രധാന ഇത്രയുള്ള കാര്യങ്ങൾ. മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, മൾട്ടി കൊളിനിയാരിറ്റി മീൻസ് ദ എന്താണ് പ്രസൻസ് ഓഫ് എന്താണ് ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ദ 2 or more എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്താണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ. ഓക്കെ ആണല്ലോ? പിടിയിട്ടില്ലോ? ആ ഒരു പോയിന്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാം. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി. പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി ഞാൻ പറഞ്ഞു. In the case of എന്താണ് perfect multicollinearity and explanatory variables are എന്താണ് perfectly correlated each other. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ എന്തായിരിക്കും ആ കോറിലേഷൻസ് എന്തായിരിക്കും, ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ അല്ലേ? പിടിയിട്ടില്ലോ? പിന്നെ അതുപോലെ എന്താണ് the coefficient of correlation between the explanatory variables എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 1 ആയിരിക്കണം. പിടിയിട്ടില്ലോ? അന്നേരം നമുക്ക് പറയാൻ പറ്റുന്നത് എന്തോ പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ അവിടെ എന്തുകൊണ്ടുണ്ട് ഒരു ഹൈലി എന്ത് ചെയ്യുന്നുണ്ട് ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഹൈലി കോറിലേഷൻ മൾട്ടിപ്പിൾ കോറിലേഷൻ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്തുവരിക്കും ഇത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ത് വരുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കണം. അതിനാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത് പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് വിളിക്കുന്നത്. പിടിയിട്ടില്ല? അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതായത് x1 എന്ന് പറയുന്ന നമ്മുടെ വേരിയബിൾസ് എന്ത് ചെയ്യുന്നു, x2 എന്ന വേരിയബിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ചോദിക്കത്തില്ല. ഈ മൾട്ടിപ്പിൾ എന്താണ്, അതായത് പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്നുള്ള കണ്ടീഷൻസ് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അതിൽ ഈ ഒരു കാര്യം അത്യാവശ്യം എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. അടുത്ത എന്താണ് ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി. ഓക്കെ അല്ലേ? അതായത് എന്നാൽ പെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റിയേക്കാളും ഏകദേശം അടുത്ത് വരുന്നത്, അതിനേക്കാളും ചെറുതാണെങ്കിൽ, അതിനേക്കാളും എന്ത് ചെയ്യുന്നത് ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എക്സിസ്റ്റ് വെൻ ദ എന്താണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഇൻ ദ ഇക്വേഷൻ എന്താണ് കറക്റ്റഡ് ബട്ട് ദിസ് എന്താണ് കോറിലേഷൻ ഈസ് എന്താണ് ലെസ് ദാൻ എന്താണ് പെർഫെക്റ്റ്. അതായത് പെർഫെക്റ്റ് കോറിലേഷനെക്കാളും ലെസ് ആയിട്ട് വരികയാണെങ്കിൽ, പെർഫെക്റ്റ് കോറിലേഷനെക്കാളും ലെസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഇൻപെർഫെക്റ്റ് മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയാൻ പറ്റും. പിടിയില്ലോ? എന്നാൽ ആ ഐഡിയാസ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വെച്ചാൽ തിയറിയാണ്. ആ പോയിന്റുകൾ ഇച്ചിരി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന പോലൊരു കാര്യങ്ങളൊന്നും ഒത്തിരി ഒരു സുഖ കാര്യങ്ങൾ തിയറീസ് പഠിക്കുമ്പോൾ കിട്ടത്തില്ല. എന്നാലും എന്ത് ചെയ്യുക, ഒന്നുകൂടെ 1-2 റൗണ്ട് എന്ത് ചെയ്യുക, വായിച്ച് വെച്ചേക്കുക.